പേര് അബ്ദുൽ മുനീർ. നമ്മുടെ സ്ഥാപനം നിൽക്കുന്നത് പടപ്പറമ്പ്, മലപ്പുറം ജില്ലയിൽ പടപ്പറമ്പ് എന്ന സ്ഥലത്ത്. മോഡേൺ ഇൻഡസ്ട്രിയിലാണ് കടയുടെ പേര്. ഇത് ഞാൻ സ്കൂള് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചു കാലം ഇവിടെ 5 വർഷം ഇവിടെ ജോലി ചെയ്തതിനു ശേഷം ഗൾഫിൽ പോയി. കുവൈത്തിലായിരുന്നു 10 വർഷം കുവൈത്തിൽ വർക്ക് ചെയ്തിരുന്നു. ഇതേ ഇൻഡസ്ട്രിയൽ ഫീൽഡായിരുന്നു. പിന്നെ അതിനുശേഷം നാട്ടിൽ വന്നിട്ടാണ് ഒരു ഇൻഡസ്ട്രിയൽ സ്ഥാപനം ഇട്ടുകൊണ്ട് ഇപ്പോൾ 12 വർഷമായി ഇവിടെ സ്ഥാപനം കൊണ്ടു നടക്കുന്നുണ്ട്. അന്ന് ഗ്രില്ല്, ഡോറ്, ഈ പട്ട കൊണ്ട് ചുരുളുണ്ടാക്കലും കാലിഞ്ച് കമ്പി കൊണ്ട് ഗ്രില്ലും ഡോറും ഉണ്ടാക്കലായിരുന്നു ഫസ്റ്റ് പണി പഠിക്കുമ്പോൾ. അന്നൊക്കെ കുറെ കാലം ഞാൻ പ്രൈമർ അടിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കാലം നമ്മൾ പ്രൈമർ അടിച്ച് എന്നിട്ട് കുറെ കാലം ചീത്തയും അടിയൊക്കെ കിട്ടിയതിനു ശേഷം നമ്മൾ പണി പഠിക്കുന്നത്. അന്ന് ഒരാഴ്ചയിൽ എനിക്ക് കിട്ടുന്നത് 20 രൂപയാണ്. ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല അത്. കുറെ കാലം 20 രൂപ, ഒരാഴ്ച പണിയെടുക്കുമ്പോൾ 20 രൂപ, ഒരു ദിവസം 20 രൂപ വെച്ച് തരുന്നു. 20 രൂപയിൽ ഞാൻ തുടങ്ങിയതാണ് ഇൻഡസ്ട്രിയൽ പണി. പക്ഷെ ഞാൻ നിർത്താതെ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. ഇല്ല, ഞാൻ ആ മേഖല തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. വേറെ മേഖലയ്ക്കൊന്നും ചെയ്തിട്ടില്ല. അന്ന് പിന്നെ കുറെ ഉസ്താദ്മാരെയൊക്കെ ഒന്ന് കുറെ ചീത്തയും മടിയൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ പണി പഠിക്കുന്നത്. സ്ഥാപനം തുടങ്ങിയിട്ട് 12 വർഷമായി. പടപ്പറമ്പിൽ സ്ഥാപനം തുടങ്ങിയിട്ട്, മോഡേൺ ഇൻഡസ്ട്രിയിൽ തുടങ്ങിയിട്ട് 12 വർഷമായി. തുടക്കകാലങ്ങളിൽ ഇപ്പോ നമ്മൾ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് തുടക്കകാലങ്ങളിൽ ഗ്രില്ലും ഡോറും സ്റ്റെയർ കേസും ഇതൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഷീറ്റ് വർക്ക്, റൂഫിംഗ് ഷീറ്റ് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ പറഞ്ഞത് സ്റ്റെയർ കേസ്. ഇപ്പോൾ ഒരു 2 വർഷം മുന്നേ വരെ സ്റ്റീലിൽ അടിച്ചു, SS സ്റ്റീലിൽ അടിച്ചിരുന്നു. ഇപ്പോ GI കൂടുതൽ ആൾക്കാർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ മേഖലയിലേക്ക് കടന്നു. പിന്നെ ഈ കഫകള് കൂടുതൽ വരുന്നുണ്ട്. ഇങ്ങനെ ഇപ്പൊ ഈ സ്ഥാപനമൊക്കെ കൊണ്ടെടുക്കുന്നില്ലേ, അതേമാതിരി കടന്നു, സ്ഥാപനത്തേക്ക് കടന്നു. പിന്നെ റൂഫിംഗ് ഉണ്ട്. റൂഫിംഗ് നല്ല വലിയ വർക്കുകളെല്ലാം വരുന്നുണ്ട്, ചെയ്യാറുണ്ട്. ഓട് വർക്കും ചെയ്യുന്നുണ്ട്, ഷീറ്റ് വർക്കും ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ സ്ക്വയർ ഫീറ്റിലാണ് ചെയ്യുന്നത്. അതെ, ഇപ്പോ കുറെ ഇൻഡസ്ട്രിയൽ ഫീൽഡ് തന്നെ കൂടുതൽ വീടുകൾക്കൊക്കെ എല്ലാം ഇപ്പൊ ഇൻഡസ്ട്രിയൽ ഫീൽഡാണ്. കൂടുതൽ വർക്കുകളുണ്ട്, എല്ലാവർക്കും നല്ല വർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കഫേയില് ഈ വർക്കെല്ലാം നമ്മൾ ചെയ്ത വർക്കുകളാണ്. എല്ലാം ഡോറും, ഈ റൂഫിങ്ങും, ആൻഡ്രില്ലും, സ്റ്റെയർ കേസും, ഈ ഊഞ്ഞാലും, ഫ്രണ്ട് നടക്കുന്ന ഊഞ്ഞാലും, എല്ലാ വർക്കും ഇതിൽ നമ്മൾ ചെയ്തതാണ്. ഈ വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്യാൻ 1 മാസം 20 ദിവസം. ഇതിന് വർക്കിന് സ്കെച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഈ വർക്കിന് സ്കെച്ചൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളൊരു പ്ലാനില് ഈ വർക്ക് ചെയ്തതാണ്. സ്കെച്ച് പറഞ്ഞാല് എഞ്ചിനീയർ സ്ഥലത്തിന്റെ അളവ് ഇത് മാത്രം പറഞ്ഞു തന്നിട്ടുള്ളൂ. ചിലതിന് സ്കെച്ച് ഉണ്ടാവും, ഇതിന് സ്കെച്ചൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളൊരു ഐഡിയക്ക് ചെയ്തതാണ്. 6 പേര് നമ്മളെ കൂടെ ഉണ്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. വലിയ വർക്കുകൾ എന്ന് വെച്ചാല് നമ്മള് ഇപ്പോ ബിൽഡിങ് ഒരു 5000 സ്ക്വയർ ഫീറ്റ്, 7000 സ്ക്വയർ ഫീറ്റ് ഒക്കെ റൂഫിങ് വലിയ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വലിയ വർക്കുകൾ കുറെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാല് ഒന്നും ഓർമ്മയില്. പിന്നെ ഇപ്പോ പടപ്പറമ്പ് മസ്ജിദിന്റെ വർക്കുകളൊക്കെ നമ്മളാ ചെയ്തത്. വലിയ വർക്കാണ് അത്. പിന്നെ ചട്ടിപ്പറമ്പ് ഔൽമില്ല് നമ്മളാ ചെയ്തത്. പിന്നെ ഇപ്പോ ചട്ടിപ്പറമ്പ് മാർക്കറ്റില് വലിയ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിന്റെ ഷെഡുകളും ഇതൊക്കെ നമ്മള് വർക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കുക. പിന്നെ കൂടുതൽ റേറ്റ് ഒന്നും മേടിക്കാതെ നിന്ന് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വർക്ക് നന്നായി ചെയ്തു കൊടുത്താൽ വർക്ക് നമുക്ക് കിട്ടും. അതിന് ബുദ്ധിമുട്ടില്ല. ഉള്ള വർക്ക് നല്ല ഫിനിഷിങ് ചെയ്തു കൊടുത്താൽ ഒരു വർക്ക് കഴിയുമ്പോൾ വേറെ വർക്ക് കിട്ടും. അങ്ങനെ വർക്ക് എന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇല്ല, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ പെട്ടെന്ന് ഇത്ര ഇൻഡസ്ട്രിയിൽ വർക്ക് വരും എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പോ ഒരു വീട്ടില് ചെയ്തുകൊണ്ടിരിക്കുന്ന അടുക്കളക്ക് ഗ്രില്ല്, ഡോറ്, പിന്നെ ആൻഡ്രില്ല്, സ്റ്റെയർ കേസ്, പിന്നെ ഗ്യാസിന്റെ കൂട്. ഇപ്പൊ മോഡൽ ഗ്യാസിന്റെ കൂടാണ്, കുറ്റിമേ പൊന്നുന്ന കൂടുകളായിരിക്കും. അത് പിന്നെ ഗ്ലാസിന്റെ വർക്ക് ഒക്കെ ഇൻഡസ്ട്രിയൽ വർക്കാണ് ഇപ്പൊ വരുന്നത്. കൂടുതൽ ഇൻഡസ്ട്രിയൽ വർക്കാണ് വരുന്നത്. പിന്നെ കട്ടില ജനാല്, ഡോറുകൾ ഒക്കെ വരുന്നുണ്ട്. അതെ, മരത്തിന്റെ ഇതിലുള്ള എല്ലാ വർക്കുകളും ഇപ്പൊ ഇൻഡസ്ട്രിയിൽ കയറി. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ഫീൽഡാണ് കൂടുതൽ വർക്കുകൾ ആശ്രയിക്കുന്നത്.
അത് എന്ന് പറഞ്ഞാല് ബ്യൂട്ടി നമ്മളെ മനസ്സിൽ ഒന്ന് ഇങ്ങനെ കണക്കൂട്ടില്ലേ, അതിനെ അനുസരിച്ച് നമുക്കിപ്പോ ഒരു വർക്ക് നമ്മളോട് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ കണക്കൂട്ടലുണ്ടാവും, എങ്ങനെ ചെയ്തു കൊടുത്താൽ നന്നാവും. അപ്പൊ നമ്മളെ കഴിയുമെന്ന് പരമാവധി നമ്മളെ വർക്ക് നന്നായി ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും നമ്മളൊരു വർക്ക് അത്രയും ഫിനിഷിങ്ങിലും അത്ര നന്നായിട്ടാണ് നമ്മൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വർക്ക് കഴിഞ്ഞാൽ പിന്നെയും വർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അത് നമ്മളെ വർക്കിനെ ഒന്നും കൂടി നന്നാക്കി എടുക്കാൻ ശ്രമിക്കും. ഇനിയിപ്പോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, പുതിയ ഇപ്പൊ എല്ലാവരും ഡോറുകളൊക്കെ ഇൻഡസ്ട്രിയൽ ഫീൽഡുകൾക്ക് വരികയാണ്. കട്ടില ജനാല് ഡോറുകൾ വരുന്നുണ്ട് അതിന്റെ. അപ്പൊ അതിന്റെ ഒരു പ്ലാന് എന്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ ഒന്ന് പുതിയത് സ്ഥാപനം തുടങ്ങാനുള്ള ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് നടക്കോ ഇല്ല എനിക്കറിയില്ല, കുറെ പൈസന്റെ ആവശ്യം ഉണ്ടാവും അതിന്. അപ്പൊ പെട്ടെന്ന് നടക്കോ ഇല്ല അറിയില്ല. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഒരു പുതിയ പ്രൊജക്റ്റും കൂടി ഓപ്പൺ ആക്കണം. പിന്നെ അതില് തൊട്ടില് വരുന്നുണ്ട്, പിന്നെ ചെറിയ കോണികൾ അടിക്കുന്നുണ്ട്, അതിന് ഡോറ്, മെയിൻ ഡോറ്, ഫ്രണ്ടിലെ ഡോർ തന്നെ ഇനി സ്റ്റീൽ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. എൻ്റെ ഇപ്പോ വാപ്പയും ഉമ്മയും മരിച്ചിട്ടുണ്ട്. എൻ്റെ പിന്നെ ഭാര്യയുണ്ട്, 3 കുട്ടികളുണ്ട്, 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയും. അതിനൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ സമയം അങ്ങനെ കിട്ടാറില്ല. എന്നാലും കഴിയുന്ന പരമാവധിക്ക് നമ്മൾ നോക്കാറുണ്ട്. സമയം വളരെ കുറവാണ് നമുക്ക് കിട്ടുന്നത്. ഇതായി വരുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു തൊഴിലാണ്. പക്ഷെ എങ്കിൽ ആരും ഇപ്പൊ പുതിയ മേഖല ഇതിലേക്ക് കടന്നു വരുന്നില്ല. കുറെ ആൾക്കാർ ഇപ്പൊ ഹിന്ദിക്കാരാണ് കൂടുതൽ, നമ്മളെ കൂടുതൽ തന്നെ ഉണ്ട് പണിക്കാർ, ഹിന്ദിക്കാരാണ് ഉള്ളത്. ആരും ഇതിന് പഠിക്കാൻ ഇപ്പൊ താല്പര്യം കാണിക്കുന്നില്ല. അതാണ് പ്രശ്നം. നല്ല ഫീൽഡാണ്, അപ്പൊ ആരും പഠിക്കാൻ ഇതിനെ താല്പര്യം കാണിക്കുന്നില്ല. അപ്പൊ അത് വർക്ക് നമുക്ക് വർക്ക് പറയുമ്പോൾ നമുക്ക് അറിയും ഏകദേശമൊക്കെ. പിന്നെ 1-2 ദിവസമൊക്കെ വഴുകാനൊക്കെ ചാൻസ് ഉണ്ട്, കുറയാനും. കറണ്ട് പോക്ക് അതൊക്കെ ഇതിൽ പെടുന്നതല്ലേ. കറണ്ട് പോയാൽ കഴിഞ്ഞാൽ നമുക്ക് അത് അത്ര കറക്റ്റ് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ നമുക്കൊരു വർക്ക് പറയുമ്പോൾ അറിയും ഏകദേശമൊക്കെ ഇത്ര ദിവസം തീരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മളത് കണക്കൂട്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കാറ്. അതെ അതെ, ഊഞ്ഞാല് അത്ര സ്ഥലം അത്ര ഫേസ് ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെ, അത് ആദ്യം നമ്മൾ ഊഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇവിടുത്തെ ഒരു സ്ഥലവും അതിന്റെ ഒരു സൗകര്യം നോക്കി അതിനനുസരിച്ചുള്ള ഒരു ഊഞ്ഞാല നമ്മൾ അവിടെ ഉണ്ടാക്കിയത്. അങ്ങനെ തന്നെ എല്ലാ സ്ഥലത്തും ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെക്കുന്നതല്ല. അതെ, എല്ലാ ഇപ്പോ കൂളിംഗ് ഉള്ള ഷീറ്റ് ഇറങ്ങുന്നുണ്ട്, ഓട് മാതിരിയുള്ള ഷീറ്റ് ഇറങ്ങുന്നുണ്ട്, എല്ലാ ഷീറ്റും ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ കോസ്റ്റുകൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും, അത്രയേ ഉള്ളൂ. വർക്ക് ചെയ്തും നമുക്ക് ചെയ്യാം. സ്ഥാപനം മോഡേൺ ഇൻഡസ്ട്രീസ് പടപ്പറമ്പ്, മലപ്പുറം ഡിസ്ട്രിക്ട്, കൊളത്തൂർ റോഡ്, പടപ്പറമ്പ്.